First class in economics. G. Krishnamurthy, Best Actor, Intercollegiate Drama Competition. G. Krishnamurthy, Best Actor, University Drama Competition. എന്താ മിസ്റ്റർ തോമസ് ഇത്? എനിക്കവിടെ നാടകം തുടങ്ങാനല്ല, ഇങ്ങനെ ഒരാളെ വെച്ചാണോ നമ്മൾ കോളനി ഒഴിപ്പിക്കാൻ പോകുന്നത്, കൺസ്ട്രക്ഷൻ നടത്താൻ പോകുന്നത്? സാറ് വിചാരിക്കുന്ന പോലെയല്ല, ഇയാൾ കറക്റ്റ് ആയിരിക്കും. ഇയാളെ പോലെ ഒരാളെയാണ് നമുക്കവിടെ ആവശ്യം. അല്പസ്വല്പം നാടകവും അഭിനയവും തന്ത്രവും കുതന്ത്രവും ഒക്കെ ഉള്ള ഒരാളെ. സാറ് നോക്കിക്കോ, വിയറ്റ്നാം കോളനി അയാൾ ഒഴിപ്പിച്ചിരിക്കും. താൻ വന്നു അല്ലേ? സോറി, വരാണ്ടിരിക്കാൻ മാക്സിമം നോക്കിയതാണ്, പറ്റിയില്ല. അപ്പോ ഞാൻ പറഞ്ഞൊന്നും കേട്ടിട്ട് തന്റെ മനസ്സലിഞ്ഞില്ല അല്ലേ? അലിഞ്ഞതാണ്, പക്ഷെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് അത് വീണ്ടും കട്ടിയായി പോയി. സാർ, അകത്തേക്കെല്ലാം പറഞ്ഞു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വരൂ, ഇരിക്കൂ. ഇത് അഡ്വക്കേറ്റ് തോമസ്, കമ്പനിയുടെ ലീഗൽ അഡ്വൈസറാണ്. ഹലോ. ഹലോ. കൃഷ്ണമൂർത്തിക്ക് ഏറ്റെടുക്കാൻ പോകുന്ന ജോലിയെക്കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഉണ്ട് സാർ, കുറച്ചൊക്കെ. ഇതാണ് കൃഷ്ണമൂർത്തി പോകേണ്ടതും ഒഴിപ്പിച്ചെടുക്കേണ്ടതുമായ വിയറ്റ്നാം കോളനി. കോളനിക്ക് ചുറ്റും കാണുന്ന ഈ സ്ഥലങ്ങളൊക്കെ കമ്പനിയുടെ വകയാണ്. പക്ഷേ കോളനി ഇരിക്കുന്ന ഈ സ്ഥലം അവിടെ കിട്ടാതെ നമുക്കവിടെ കൺസ്ട്രക്ഷൻ തുടങ്ങാൻ പറ്റില്ല. ഇത് വിട്ടുതരാൻ അതിന്റെ ഉടമസ്ഥൻ മൂസസായിട്ട് തയ്യാറുമാണ്. പ്രശ്നം അവിടുത്തെ താമസക്കാരാണ്. അവരവിടെ നിന്ന് ഒഴിഞ്ഞു തരില്ല. 100ഓളം കുടുംബങ്ങളാണ് അവിടെ തിങ്ങി താമസിക്കുന്നത്. എന്ത് ചെയ്തിട്ടും ഒഴിഞ്ഞുപോകാൻ കൂട്ടാക്കാത്ത പ്രശ്നക്കാരായ 100ഓളം കുടുംബങ്ങൾ. ഭൂരിഭാഗവും വാടകക്കാരാണ്. പിന്നെ കയ്യേറ്റക്കാരായ കുറെ ഗുണ്ടകൾ. ഇവരെയൊക്കെ ഒഴിപ്പിച്ച് അവിടെ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നത് ഒരു നിസ്സാര കാര്യമല്ല. നമുക്ക് ന്യായമായിട്ടുള്ള എന്ത് വേണേൽ ചെയ്യാം. വേറെ സ്ഥലം വേണമെങ്കിൽ സ്ഥലം കൊടുക്കാം, വീട് വെച്ചു കൊടുക്കണം വീട് വെച്ചു കൊടുക്കാം. അങ്ങനെ എന്ത് ചെയ്യാനും കമ്പനി തയ്യാറാണ്. ഇതൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൊണ്ട് സമ്മതിപ്പിച്ച് അവിടെ നിന്ന് ഒഴിപ്പിക്കാനാണ് ഇപ്പൊ കൃഷ്ണമൂർത്തി അങ്ങോട്ട് അയക്കുന്നത്. പിന്നെ കൃഷ്ണമൂർത്തി അവിടെ പോകാൻ പോകുന്നതും താമസിക്കാൻ പോകുന്നതും കമ്പനിയുടെ ആളായിട്ടല്ല, കോളനിയെ പറ്റി കഥ എഴുതാൻ ചെന്നിരിക്കുന്ന ഒരു എഴുത്തുകാരനായിട്ടാ. കമ്പനിയുടെ ആളായിട്ട് അങ്ങോട്ട് ചെന്നാൽ അതിനകത്ത് കാല് കുത്താൻ പോലും സമ്മതിക്കില്ല. അതുകൊണ്ടാ. കൃഷ്ണമൂർത്തി പേടിക്കണ്ട. കൃഷ്ണമൂർത്തിക്ക് താമസിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും രഹസ്യമായിട്ട് ഞങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. അവിടത്തുകാരൻ ഒരു ബ്രോക്കറുണ്ട്, എരുമേലി. അയാൾ കൃഷ്ണമൂർത്തിക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു വീട് കണ്ടുവച്ചിട്ടുണ്ട്. പട്ടാളം മാധവി എന്ന് വിളിക്കുന്ന ഒരു സ്ത്രീയുടെ വീട്. കൃഷ്ണമൂർത്തി കമ്പനിയുടെ ആളാണെന്ന് അവിടെ ഒരു കുഞ്ഞു പോലും അറിയരുത്. അറിഞ്ഞാൽ പിന്നെ കൃഷ്ണമൂർത്തി രക്ഷിക്കാൻ ഞങ്ങൾക്കെന്നല്ല ഒരാൾക്കും പറ്റിയെന്ന് വരില്ല. ശരി സാർ, അവിടെ ആരും എന്നെ തിരിച്ചറിയില്ല. പിന്നെ അവിടുന്ന് എല്ലാവരും ഒഴിപ്പിക്കാതെ ഞാൻ ഇങ്ങോട്ട് വരികയില്ല. പോരെ? ഗുഡ്. വിഷ് യു ഓൾ സക്സസ് ഓവർ വിയറ്റ്നാം കോളനി. റാവുത്തറെ ജയിലിൽ നിന്ന് വിട്ടേ! പറവൂർ റാവുത്തറെ ജയിലിൽ നിന്ന് വിട്ടേ! വിട്ട്! ജയിലിൽ നിന്ന് വിട്ട്! റാവുത്തറെ ജയിലിൽ നിന്ന് വിട്ട്! അന്നാണത് ഞാൻ കണ്ടതാണ്. ജയിലിൽ നിന്ന് റാവുത്തർ വരണ്ട്. എടാ ഇരുമ്പിയോടെ! എന്താടാ? എടാ റാവുത്തർ വരുന്നെന്ന്. അയാളെ കോടതി വെറുതെ വിട്ടുന്നത്. എല്ലാ അമ്മമാരും കൂടെ പറഞ്ഞിട്ടാ ഞാൻ അയാൾക്കെതിരെ സാക്ഷി പറഞ്ഞത്. കൊടുക്കാൻ ഞാൻ മാത്രം ആകരുത്, പറഞ്ഞേക്കാം. വട്ടപ്പള്ളി, കുഞ്ഞാപ്പി, കുഞ്ഞാപ്പി, എടാ കുഞ്ഞാപ്പി, ആൻഡോ ജപ്പാറേ, എടാ റാവുത്തർ വരുന്നു, ഇറങ്ങി വാടാങ്ങോട്ട്. ജോണേ, എന്താണ്ടാ? ഫ്രാങ്ക റാവുത്തർ. അയാള് രണ്ടും കൽപ്പിച്ചാ വന്നിരിക്കുന്നത്, പകരം വീട്ടാൻ. ശുക്കൂറേ, ജോർജ്, തങ്കച്ച, എടാ വേണപ്പാ, ഇറങ്ങി വാടാ. എടാ നീയൊക്കെ ഇങ്ങനെ പേടിച്ച് അകത്ത് കയറി ഇരിക്കുന്ന അയാൾക്ക് തരം. എടാ അയാളെ പോലെ നീ ഞാൻ ഇവിടുത്തെ താമസക്കാരാ. അയാൾക്ക് മാത്രമല്ല ഇവിടെ ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. വാടാ.
റാവുത്തറെ, എന്നോട് ക്ഷമിക്കണം റാവുത്തറെ. ഞാൻ അറിയാണ്ട് ചെയ്തു പോയതാ. എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ ഒന്നും ചെയ്യരുത്. മര്യാദയ്ക്ക് അവനെ വിട്. നിങ്ങളെ ജയിലിലാക്കിയിട്ട് ഇവിടെ ഒരു നേതാവാൻ നോക്കിയിട്ടില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് നിങ്ങൾ ഈ കോളനിലെ ആളുകളെ വെട്ടമെന്നാ പിന്നെ എന്ത് ചെയ്യണം? നോക്കിക്കണോ? ഇതൊക്കെ അവന്മാരുടെ പണിയാ. ആ മൂസാ സേട്ടുന്റെ അയാളുടെ വക്കീലിനെയും നമ്മളെ തമ്മി തല്ലിക്കാൻ. നമ്മളെ തമ്മി തല്ലി ചാകുമ്പോ ബാക്കിയുള്ളവരെ അവർക്ക് കുടി ഒഴിപ്പിക്കാമല്ലോ. നിങ്ങൾ ഈ പറയണമെന്ന് തനിക്ക് വിശ്വാസമില്ലെങ്കിൽ വാ, നമുക്ക് തമ്മിൽ തല്ലി ചാവാം. വാ വാ റാവുത്തരെ, കൊല്ലാനാണെങ്കിലും ചാകാനാണെങ്കിലും വാ, ഓടാൻ. ഇനി ഇവിടെയുള്ള എല്ലാരോടും കൂടിയാ പറയണത്, ഇന്നു മുതൽ എന്റെ പിരിവ് എനിക്ക് നേരിട്ട് തന്നോളണം. നിങ്ങൾ ജോണിനോ ശ്രാങ്കിനോ വട്ടപ്പള്ളിക്കോ കൊടുക്കണത് ഒന്നും എനിക്കറിയണ്ട. എന്റെ കാശ് മുടങ്ങാതെ എനിക്ക് കിട്ടണം. ഇനി ആ സേട്ടുന്റെയോ വക്കീലിന്റെയോ ആളുകൾ ഇതിനകത്ത് വരില്ല. അവിടെ നിന്നുള്ളൊരു നിഴൽ പോലും ഇതിനകത്ത് വീഴില്ല. അങ്ങനെ ആരെങ്കിലും വന്നാൽ പിന്നെ അവൻ ജീവനോട് ഇവിടെ നിന്ന് തിരിച്ചു പോവില്ല. റാവുത്തറാണ് പറയുന്നത്, റാവുത്തർ. എടോ ജോസഫേ, താനല്ലേ പറഞ്ഞത് ഇവിടെ വലിയ ബഹളവും പ്രശ്നമൊക്കെ ഉള്ള സ്ഥലമാണെന്ന്? ഇവിടെ ഒരു പ്രശ്നമില്ലല്ലോ, നല്ല പ്രശാന്ത സുന്ദരമായ സ്ഥലം. അതൊക്കെ ഇവിടെ റാവുത്തർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ അകത്തായത് കൊണ്ടാ. അവനൊന്ന് പുറത്തിറങ്ങട്ടെ, അപ്പൊ തുടങ്ങില്ലേ വെട്ടും കുത്തും ബഹളമൊക്കെ. എത്രയായി? ഒരു 20 പേരെങ്കിലും അവൻ തട്ടി. എത്രയായി? 30 രൂപ. 30 രൂപ? ഇവിടെ വരെ 30 രൂപ? 20 രൂപയ്ക്ക് എറണാകുളത്തിന് പോകാനോടോ? 20 രൂപയ്ക്ക് എറണാകുളത്തിന് പോവാം. പക്ഷെ ഇവിടെ വേണമെങ്കിൽ 30 രൂപ വേണം. വേറെ ആരും കൂട്ടി വിളിച്ചിട്ട് വന്നില്ലല്ലോ. ഇത് തന്നെ അതിന്റെ കാര്യം. 10 രൂപ വരും. 10 രൂപ വേണമെങ്കിൽ മേടിച്ചിട്ട് പോടോ. അങ്ങനെ പോയാൽ ശരിയാവാ. എന്റെ കാശ് തന്നിട്ട് പോടോ. കൈമ പിടിക്കേ, പിന്നെ നിന്റെ കാല് പിടിക്കണോ? അപ്പൊ ഓട്ടോറിക്ഷക്കാരും പിടിച്ചു ചിലപ്പോ പിടിച്ചു പറിക്കും. നിന്നെ കൊണ്ട് ഈ പിടി പിടിക്കാൻ പറ്റുമോ? വിടാളെ. ഇല്ല, വിടില്ല. നിന്നോട് വിടാൻ പറഞ്ഞ. നിന്നെ ഞാൻ ശരിയാക്കി അപ്പൊ നിനക്ക് പേടിയുണ്ടല്ലേ? ഇനി നിനക്ക് എത്ര രൂപ വേണം? 20 രൂപ അല്ലേ? ഇങ്ങോട്ട് വാ, തരാം. എന്താടാ എന്താടാ വേണ്ടേ? ഇങ്ങോട്ട് വാ, തരാം. വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോ നീയൊക്കെ വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോഴേ ഇവനൊക്കെ. ആ പേരെന്താന്നാ പറഞ്ഞത്? KK ജോസഫ്. അതല്ലടോ ആ സ്ത്രീയുടെ പേര്. അതൊന്നും എനിക്ക് മാധവിയമ്മ. മാധവിയമ്മ. അച്ഛനെ, ഇവിടെ ഈ മാധവിയമ്മയുടെ വീട്. ദൈവമേ, ഇത് ആരായത്? എന്നെ പറ്റി പോയി അയാളോട് ചോദിക്കുന്നേ. അതെ, ഈ പട്ടാളം മാധവിയമ്മയുടെ വീട്.
പട്ടാളം മാധവമ്മയുടെ വീട് അറിയോ ചേട്ടാ? പൊട്ടനാ. എവിടുന്നാ നിങ്ങളെ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? എന്നെ പറ്റി പോയി അയാളോട് ചോദിക്കാൻ. അയ്യോ, മാധവിയമ്മയാണോ? അല്ല, മാധവി അപ്പൻ. പോയി ചോദിക്കാൻ വേറെ ആരെയും കണ്ടില്ല അല്ലേ? ആ റാവുത്തട്ടാണോ പോയി ചോദിക്കുന്നത്? ആ റാവുത്തട്ടാണോ പോയി ചോദിക്കുന്നതെന്ന്? ഏത് റാവുത്തര്? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഇത്തിരി വെള്ളം ഉണ്ടാവോ കുടിക്കാൻ? വെള്ളം കുടിക്കാനാണോ ഇത്ര കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് കയറി വന്നത്? അല്ല, ഞങ്ങള് എരുമേലി പറഞ്ഞിട്ട് വന്നതാണ്. എന്താ എരുമേലി പറഞ്ഞിട്ട് വന്നതാണോ? ആ, ക്ഷമിക്കണം കേട്ടോ, എനിക്ക് ആള് മനസ്സിലായില്ല. അത് സാരമില്ല. ഇങ്ങോട്ടിരുന്നാട്ടെ, ഞാനിപ്പോ പറയാം കേട്ടോ. ആ കൊച്ചന് എന്ത് വിചാരിക്കുവോ ആവോ? ഏത് കൊച്ചൻ? നമ്മൾ ആ എരുമേലിയോട് പറഞ്ഞയച്ചിരുന്നില്ലേ അമ്മേ ഉണ്ണിമോക്കൊരു ചെറുക്കനെ നോക്കണമെന്ന്? ആ ദേ പറഞ്ഞു വിട്ടിരിക്കുന്നു, നല്ല കലക്കനൊരു ചെറുക്കനെ. ആരാടാ നിങ്ങൾ? ചോദിച്ചത് കേട്ടില്ലേ? റാവുത്തണ്ണ, ഇവര് വേറെ ആരുമല്ല, എന്റെ ഉണ്ണിമോളില്ലേ, ഉണ്ണിമോളെ കാണാൻ വന്നതാ. പെണ്ണ് കാണാൻ വന്നിരിക്കുന്നതാ. ആണോടാ? ആ, ഇതാണ് ചെറുക്കൻ. ഇരുന്നാട്ടെ റാവുത്തണ്ണ, കുടിക്കാൻ എന്തെങ്കിലും. റാവുത്തണ്ണ പോട്ടെ, പിശാച്ചാ പിശാച്ച്. അതെ, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഇരുന്നാട്ടെ, ഞാൻ ഇപ്പൊ വരാം കേട്ടോ. ഞാൻ എന്തിനാണോ പറഞ്ഞത് ഞാൻ പെണ്ണ് കാണാൻ വന്ന ചെറുക്കനാണെന്ന്? എന്റെ സ്വാമി, ആ സ്ത്രീ ഒരു നമ്പർ ഇട്ടതല്ലേ നമ്മൾ അയാളിൽ നിന്ന് രക്ഷിക്കാൻ. ആണോ? പിന്നെ അല്ല, ഇനി അവര് ശരിക്ക് വിചാരിച്ചിട്ടുണ്ടാവോ നമ്മൾ പെണ്ണ് കാണാൻ വന്ന ആൾക്കാരാണെന്ന്? അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവോ?